പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു ദിവസം കൂടി കർത്താവിൻ്റെ തിരുവചനം പറയാൻ കഴിഞ്ഞത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം യോനയുടെ പുസ്തകം 2-ാം അധ്യായം 1-2 തിരുവചനം. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടനിമിത്തം യഹോവയുടെ നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമല്ലി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. ആമേൻ. വിശുദ്ധ 3 നോമ്പിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത്. യോന പ്രവാചകൻ കർത്താവിൻ്റെ മുമ്പിൽ അത്ര കഷ്ടതയോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അതിന് ഉത്തരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാമും അങ്ങനെ തന്നെയാണ്. പല പ്രതിസന്ധി ഘട്ടത്തിലൂടെ നാം പൊയ്ക്കൊണ്ടിരിക്കും. നമ്മുടെ ദൈവത്തിനെ നാം കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുന്നിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം നമുക്കതിന് വിടുതൽ നൽകും. മാനസാന്തരപ്പെട്ട് നാം ദൈവ തിരുസന്നിധിയിൽ യോന പ്രവാചകൻ ചെയ്തതുപോലെ തന്നെ നാം ദൈവത്തെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് ദൈവ തിരുസന്നിധിയിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മെ തിരിച്ചു പിടിച്ച് നമുക്ക് വേണ്ട എന്താവശ്യമാണെങ്കിലും അവിടുന്ന് അത് നടത്തിത്തരും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വിശുദ്ധ നോമ്പ് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം ഈശോയ്ക്ക്. നന്ദി.